ഹലോ എവരി വൺ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ യൂണിറ്റിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ എന്ന് ഉദ്ദേശിക്കുന്നത് റീസെൻ്റ്ലി നടന്ന 2020 ക്വസ്റ്റ്യൻസ് ആണ്. അതിന് മുന്നേ എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ സോൾവ് ചെയ്യേണ്ട കുറച്ച് ടിപ്സാണ്. ടിപ്സ് ഓർ മോട്ടിവേഷൻ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നോ ഫിയർ. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിനുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ മാത്തമാറ്റിക്കലിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഉള്ളൊരു പേടിയാണ്. അത് നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഉള്ളൊരു പേടി, നമുക്കിത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ്. ആ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ആദ്യം അത് ഒഴിവാക്കാം. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ കീപ്പ് ചെയ്യരുത്. നമുക്ക് വേണ്ടത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കീപ്പ് ചെയ്യണം. ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ പിന്നെ രണ്ടാമതുള്ള കാര്യമാണ്. അതിന് നമുക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഐ ക്യാൻ സോൾവ് DI ക്വസ്റ്റ്യൻസ്. ഇത് ഉദ്ദേശിച്ചത് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാമെന്നാണ്. അതായത് എനിക്ക് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ ആദ്യം ബിൽഡപ്പ് ചെയ്യണം. ഓക്കെ, അതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉദ്ദേശിച്ചത്. ഈ കോൺഫിഡൻസ് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യുന്ന ഉദ്ദേശിച്ചത്, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഏതൊരു പ്രോബ്ലം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം സ്റ്റക്ക് ആവുകയാണെങ്കിൽ തന്നെ ആ പ്രോബ്ലത്തിനെ നമ്മൾ ആദ്യം തന്നെ ഡെയർ ആക്കുക. അതായത് നമ്മൾ പഠിക്കുന്ന ഏതൊരു പ്രോബ്ലത്തിലും നമ്മൾ എവിടെയെങ്കിലും നമുക്ക് ക്വസ്റ്റ്യനോ ഡൗട്ടോ പഠിക്കാനുള്ള എന്ത് ബുദ്ധിമുട്ട് വരുന്ന കേസിൽ നമ്മൾ ആ പ്രോബ്ലത്തിനെ ഡെയർ ആക്കുക. ഡെയർ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ആ പ്രോബ്ലം ഏതൊരു അവസ്ഥയിലും നമ്മളത് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ ബിൽഡപ്പ് ചെയ്യാം. അത് നമുക്ക് ഗിവ് അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനേ അല്ല. നമുക്ക് ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കീപ്പ് ചെയ്യാം. ഈ ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഡൂബിളായിരിക്കും. ഇത് നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇതിപ്പോൾ പണ്ട് ഞാൻ DIൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ സ്കിപ്പ് ചെയ്യലായിരുന്നു എക്സാമിന് പോകുമ്പോൾ. സ്കിപ്പ് ചെയ്തുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മാർക്ക് എന്തായാലും എൻ്റെ നിന്ന് പോകും. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഈ ഒരു ഏരിയ സ്കോർ ചെയ്യണം. കാരണം 5 ക്വസ്റ്റ്യൻസാണ് 10 മാർക്കാണ്. അപ്പോൾ ഇത് ഡെയറാക്കി എടുത്തിട്ടാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ ഡെയറാക്കിയ ഡൂബിളായിരിക്കും. ഡൂബിളിൽ നമുക്ക് റിസൾട്ട് എന്തെങ്കിലും പോസിറ്റീവ് റിസൾട്ടേ നമുക്ക് വരുള്ളൂ. ഓക്കെ, ഇത് DIൻ്റെ കേസിലാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ എല്ലാ പ്രോബ്ലം നമ്മൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പോസിറ്റീവ് റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ DIൻ്റെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രാക്ടീസാണ്. പ്രാക്ടീസ് ഇതിങ്ങനെ ഹാൻഡ് റൈറ്റിംഗ് എനിക്കിതിൽ എഴുതിയിട്ട് അത്രയില്ല. പ്രാക്ടീസ് എന്തായാലും വരുന്നില്ല, പക്ഷെ എന്നാലും ഇത് ചെയ്യാം. പ്രാക്ടീസാണ്. DIയിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിന് തന്നെ ബേസിക്സ് എന്ന് തുടങ്ങാം. ബേസിക്സ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവും സിമ്പിൾ ടു എബ്സ്ട്രാക്റ്റിലോട്ട് ചെയ്യാം. DIൻ്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ പൈ ചാർട്ടും ഡബിൾ ടേബിളൊന്നും ചെയ്യാൻ നിൽക്കരുത്. സിമ്പിളായിട്ടുള്ള DIൻ്റെ ക്വസ്റ്റ്യൻസ് ആദ്യം സോൾവ് ചെയ്യാം. അങ്ങനെ സോൾവ് ചെയ്താൽ ഗുണം എന്താ വെച്ചാൽ, നമ്മുടെ കുറച്ച് കോൺഫിഡൻസ് ലെവൽ കൂടും, നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടാവും. പ്രാക്ടീസാണ് ഇതിന് മെയിൻ. DIയിലും RCൻ്റെ ഒക്കെ മെയിൻ സീക്രട്ട് എന്ന് പറയുന്നത് പ്രാക്ടീസാണ്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫിയർ ആദ്യം ഒഴിവാക്കുക. ഫിയർ പാടില്ല. ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുക. പിന്നെ ചെയ്യുന്ന പ്രോബ്ലംസ് ഡെയർ ആക്കുക. റിസൾട്ട് എന്തെങ്കിലും പോസിറ്റീവ് ആയിരിക്കും. പിന്നെ പ്രാക്ടീസാണ്. പിന്നെ ലാസ്റ്റ് റിസൾട്ട് എന്തെങ്കിലും ആവട്ടെ, വാട്ട് എവർ ദ റിസൾട്ട്. കാരണം നമ്മൾ ഇത്രയും ഈ 4 പോയിന്റ് ചെയ്ത സ്ഥിതിക്ക് റിസൾട്ട് എന്തെങ്കിലും നമ്മുടെ പോസിറ്റീവ് ആയിരിക്കും. റിസൾട്ടിനെ ഓർത്തിട്ട് നമ്മൾ പേടിക്കുന്നുണ്ട്. ഈ 4 ചെയ്തതിന് നമുക്ക് റിസൾട്ട് എന്തെങ്കിലും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ,
അപ്പോൾ ഇത് ഈ നാലും ഞാൻ ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇത് ടിപ്സാണോ മോട്ടിവേഷനാണോ എന്ന് ഒന്നും എനിക്കറിയില്ല, പക്ഷേ യൂസ്ഫുൾ ആണ്, ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ചെയ്തത്. യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, അതിന് ഈ പോയിൻറ്റ്സ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് 2020, അത് CS. ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഓർമ്മ വരുന്നത് ഇതിപ്പോൾ ഞാൻ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആയിരുന്നു, എക്സാമിന് അറ്റംപ്റ്റ് ചെയ്ത അതേ ക്വസ്റ്റ്യൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസിലാണ് ഇത് വന്നത്. ആ ഒരു ഷിഫ്റ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് DAയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിക്കുക. നമ്മളൊരു ചെറിയ രീതിയിലുള്ള മിസ്റ്റേക്ക് വായിക്കുന്നതിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മൊത്തം ക്വസ്റ്റ്യൻ നമ്മുടെ തെറ്റും. അപ്പോൾ തരുന്ന ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിക്കുക. ആ ആദ്യത്തെ 2 ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ കൺസിഡർ ദ data in the given table and answer the question that follow. The following table is on the expenditure of institution in lakhs rupees per annum over the given years. ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ ഡാറ്റയാണ്, തന്നിരിക്കുന്നത് ലാക്കിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇയർ എന്ന് പറയുന്നത് 2015 to 2019 ആണുള്ളത്. അതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സാലറി ഓഫ് സ്റ്റാഫ്, ട്രാൻസ്പോർട്ട്, ബോണസസ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ടാക്സസ്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ ഡാറ്റയാണ് തന്നിരിക്കുന്നത്, ലാക്സിലാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ ഈ തന്നിരിക്കുന്ന ടേബിളിൽ നിന്ന് നമ്മൾ എടുത്ത ഇൻ്റർപ്രിട്ടേഷൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് the total expenditure of the institution on these items during the year 2017 is. പിന്നെ വേറൊരു കാര്യം ഞാൻ വിട്ടുപോയത് പറയാം. നമ്മുടെ NTAയിൽ ചോദിക്കുന്ന DAയിൽ മെയിൻലി വരുന്നത് ആവറേജ് റേഷ്യോ പെർസെൻറ്റേജ്. ഈ ഒരു 3 ഏരിയയിലാണ് ഇവർ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയ എന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആവറേജ് റേഷ്യോ പെർസെൻറ്റേജ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ ദീസ് ഐറ്റംസ് ഡ്യൂറിങ് ദ ഇയർ 2017 എന്ന് പറഞ്ഞ ഇയറിൽ ഉള്ള ടോട്ടൽ എക്സ്പെൻഡിച്ചറാണ്. ഇതിവിടെ തന്നിരിക്കുന്ന എക്സ്പെൻഡിച്ചറാണ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ ഈ ഒരു റോയിൽ ഉള്ള ടോട്ടൽ വാല്യൂ ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതും ആഡ് ചെയ്താൽ മതി, സിമ്പിളാണ്. ആഡ് ചെയ്യുമ്പോൾ 234, 101. ഇവിടെ ഈ ഡെസിമൽ പോയിൻ്റ് ശ്രദ്ധിക്കുക, 3.84. അപ്പോൾ അത് ഈ സൈഡിലേക്ക് വരും. പിന്നെ 41.6 ആണ്. ഇത് ഈ ഡെസിമൽ ശ്രദ്ധിക്കണം, അതുകൊണ്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്ന് ചെക്ക്. കാരണം ഈ ഡെസിമൽ നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ മൊത്തം ആൻസർ തെറ്റും. ഇത് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 4 വരും. ഇവിടെ 8 + 4 14, ക്യാരി 1, 5 6 9 10 14 വരും, ക്യാരി 1, 3 + 4 7 7 + 7 14 1 5 544 544 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. C ആണ്. ഇത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം, കാരണം നമ്മുടെ കയ്യിൽ ടൈം. പിന്നെ വേറൊരു കാര്യം, ടൈം ശ്രദ്ധിക്കാം. നമ്മുടെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിലും RCയിലും ഞാൻ അലോട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 18 to 20 minutes ആണ് ഞാൻ കൊടുക്കാറ്. കാരണം അത്രയും ടൈം, കാരണം ബാക്കിയുള്ള 30 ക്വസ്റ്റ്യൻസ് 30 അല്ല 40 ക്വസ്റ്റ്യൻസ് അതെ 40 ക്വസ്റ്റ്യൻസ് ഒരു 30 മിനിറ്റ്സെങ്കിലും ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ ബാക്കിയുള്ള 20ൽ 18 മിനിറ്റ്സ് ഞാൻ DIക്കും റീഡിങ് കോംപ്രിഹെൻഷനും മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ DIക്ക് ഒരു അപ്രോക്സ് ഒരു 10 മിനിറ്റ്സെങ്കിലും കീപ്പ് ചെയ്ത് ആ ഒരു ടൈം മാനേജ്മെൻറ്റ് ചെയ്തിട്ട് ചെയ്യാം. ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സിമ്പിളാണെങ്കിൽ കൂടി ടൈം കിട്ടാതെ നിന്നതിനാൽ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാണ്ട് വിട്ടുപോകും. അതാണ് ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക, ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസറിന് ടോട്ടൽ എക്സ്പെൻഡിച്ചർ 544 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ C. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ ആവറേജ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പെർ ഇയർ ദാറ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാഡ് ടു പേ. അതായത് ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇൻട്രസ്റ്റ് പെർ ഇയർ, അത് എല്ലാ ഇയറിൻ്റെയും
ഇൻട്രസ്റ്റിൻ്റെ ആവറേജ് ആണ്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? സാലറീസ്, ട്രാൻസ്ഫർ, ബോണസ്, ഇൻട്രസ്റ്റ്, ടാക്സസ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്യാം എങ്ങനെയാണ് ആവറേജ്, എങ്ങനെയാണ് ടോട്ടൽ ബൈ നമ്പറാണ് അതിൻ്റെ ഇക്വേഷൻ. ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ ആവറേജിൻ്റെ വേണമെങ്കിൽ ഇക്വേഷൻ ഏതാണ്? ടോട്ടൽ ബൈ നമ്പർ, എത്ര ഉണ്ട്, നമ്പർ ഓഫ് ഐറ്റംസ് ഓർ നമ്പർ. ഇവിടെ ടോട്ടൽ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? 23.4, 32.5, 41.6, 36.4, 49.4 ഇതെല്ലാം ആഡ് ചെയ്യാം. നമുക്ക് എന്താ 9, 15, 19, 23, 2, 5, 7, 8, 14, 14 plus 9, 14 plus 9, 6, 14, 2, 4, 4, 7, 11, 14, 18, 180, 183 അല്ലേ? ഇവിടെ തെറ്റുന്നില്ലല്ലോ. 3 ഒന്നും കൂടെ നോക്കാം. 5, 7, 8, 8, 14, 14, കറക്റ്റ് അല്ലേ? 184.3 ബൈ ടോട്ടൽ എമൗണ്ട് ഉള്ള 1, 2, 3, 4, 5 ചെയ്ത് നോക്കാം. എന്താ വരുന്നത്? ഡിവൈഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 5ൽ 3 ടൈം പോകും. പിന്നെ 34ൽ എത്ര ടൈം പോകും? 34ൽ 5 6 ടൈം പോകും. ബാക്കി 40. ഇവിടെ 36 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇത്ര കിട്ടിയില്ലേ? 36 ആണ്. ഓക്കെ, ഇവിടെ തെറ്റുന്നുണ്ട്. ഇവിടെ 3 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 36.66 ആണ് വരുന്നത്. അത് ബേസിക് എഡീഷനും ഡിവിഷനും ആണ്. ചെയ്യാം, ഫാസ്റ്റിൽ ചെയ്യാൻ പറ്റും. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ഓൾ ദീസ് ഐറ്റംസ് ഇൻ 2015 വാസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻ 2019. അതായത് 2015 എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻ 2019. 2015 ടോട്ടൽ എക്സ്പെൻഡിച്ചറും എത്ര പെർസെൻറ്റേജ് ആണ് 2019 ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 2015 ബൈ 2019 ഇൻറ്റു 100 ആണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യാം, നമ്മൾ എല്ലാ ഡാറ്റയും ആഡ് ചെയ്യാം. പെർസെൻറ്റേജ് അങ്ങനെയാണ് 2015 ബൈ 3 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2015 നമുക്കിത് എല്ലാ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൗണ്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഡാറ്റയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അത് 2015 കാണാം, പിന്നെ ഉള്ളത് 2019 കാണാം. ഓക്കെ, ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2018 98, 3, 23, 4, 83 ആഡ് ചെയ്യുമ്പോൾ 4 വന്നു, 16, 19, 22, 25 വന്നു, 25 വന്നു, 2 ക്യാരി, 10, 19, 19, 21, 21, 29 വന്നു, 2 ക്യാരി, 495 വന്നു. അപ്പോൾ 2015 നമുക്ക് കിട്ടിയത് 495.4 ബൈ, ഇനി നേരെ 2019 നോക്കാം. 420, 14, ഇവിടെ 3.96, 49.4, 98. ഇവിടെ പോയിൻ്റ് വരുന്നതിനോട് നമ്മൾ 6 വരും. ഇവിടെ 9, 4, 13, ഇവിടെ 1 ക്യാരി, 5, 8, 16, 16 പ്ലസ് 5 വരും, 2 വരുമ്പോൾ 4, 5, 9, 18 വരും, 1, 585.36 ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇത് ഇൻറ്റു ഈ പെർസെൻറ്റേജ് വാല്യൂ കണ്ടാൽ മതി പെർസെൻറ്റേജ് കാണുമ്പോൾ. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴുള്ള മെക്കാനിക്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇവിടെ കിട്ടുമ്പോൾ ന്യൂമറേറ്ററിലുള്ള വാല്യൂ 10, ഇത് വേണമെങ്കിൽ നമുക്ക് ഡെസിമൽ പോയിൻ്റ് ഒഴിവാക്കാം, ഇൻറ്റു 100 ചെയ്യാം. അതായത് ന്യൂമറേറ്ററിലുള്ള വാല്യൂ ഇൻറ്റു 100 ചെയ്യാം, ഡിനോമിനേറ്ററിലും 100 ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 49540 ബൈ 58536. ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസിമൽ വാല്യൂ പോക്കുക ചെയ്യുന്നത്. മേലെ ഒരു ഡെസിമൽ വാല്യൂയും താഴെ 2 ഡെസിമൽ വാല്യൂ ഉള്ളത്.
അപ്പോൾ രണ്ടിനും കൂടെ 100നോട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ 100നോടും ന്യൂമറേറ്ററിൽ ചെയ്തതിനാൽ 2 പൂജ്യമാണുള്ളത്. ഒരു പൂജ്യം എന്ന് പറയുന്നത് ഈ ഒരു ഡെസിമൽ പോയിൻ്റ് പോകും, ബാക്കിയൊരു പൂജ്യം അവിടെ വരും. താഴെ എന്ന് പറയുന്നത് 2 ഡെസിമൽ പോയിൻ്റാണുള്ളത്. അപ്പോൾ 100നോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഡെസിമൽ പോയിൻ്റ് പോകും. ഇനി നമുക്കിത് ഡിവൈഡ് ചെയ്താൽ മതി. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ സാധാ ഒന്ന് ട്രഡീഷണൽ വേയിൽ ഡിവൈഡ് ചെയ്യാം. അതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് 495 58536 ഡിവൈഡ് ചെയ്യാം. ഞാൻ വേറൊരു മെത്തേഡാണ് പറഞ്ഞിരുന്നത്, അപ്പോൾ അത് എന്തെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും. ഇത് നമുക്ക് ട്രേസ് ചെയ്യാം. ഈ മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം വലിയ വലിയ കാൽക്കുലേഷൻ വരുമ്പോൾ ഈ ഡിവിഷൻ ഈ ഒരു ട്രഡീഷണൽ വേ എടുത്തു കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പം നമുക്ക് ഡയറക്റ്റ് ഈ ഒരു വാല്യൂ മാത്രം കീപ്പ് ചെയ്യാം. ഇത് നമുക്ക് വായിക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. ഇതിനെ ചെയ്യുന്നത് 49540 by 58536 ആണ്. ഇതിനെ അത് നമ്മളിപ്പോൾ ഡിവിഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ന്യൂമറേറ്ററിലുള്ള വാല്യൂവിൽ ഡിനോമിനേറ്റർ എത്ര തവണ പോകുന്നുണ്ടെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യുന്നത് 58536 എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലുള്ള വാല്യൂ എപ്പോഴും 100% ആക്കി കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ വാല്യൂവിൻ്റെ 10% വാല്യൂ നമ്മൾ ചെയ്യാം. 36 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 10% വാല്യൂ ആണ്. അത് ഡിനോമിനേറ്ററിലെ വാല്യൂ 100% ആണ്. അത് എപ്പോഴും 100 മാത്തമാറ്റിക്സിൽ റൂളാണത്. ഡിനോമിനേറ്ററിലെ വാല്യൂ 100% ആണ്. ആ വാല്യൂവിൻ്റെ 10% വാല്യൂ നമ്മളിവിടെ കൗണ്ട് ചെയ്യാം. ഇതാണ് ഇപ്പോൾ ആ വാല്യൂ. ഇതിൻ്റെ 1% വാല്യൂ കൂടെ കാണാം. ഈ 1%, 10% ഒക്കെ ഇങ്ങനെ കാണുന്നത് വെച്ചാൽ ഈ വാല്യൂവിനോട് ഇൻറ്റു 10/100 ആണ് 10%. ഈ വാല്യൂ ഇൻറ്റു 1/100 ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ കിട്ടും. ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ന്യൂമറേറ്ററെ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഈ ഒരു 100% വാല്യൂവിനോട് ചെയ്യാൻ പറ്റുമോ? കാരണം ന്യൂമറേറ്ററിലെ വാല്യൂ ചെറിയ വാല്യൂ ആണ്. അപ്പം നമ്മൾ അതിൻ്റെ 10% വെച്ച് നോക്കും. 10% വെച്ച് നോക്കുമ്പോൾ നമുക്ക് നോക്കാം 49540 ആണ്. ഇത് മെത്തേഡ് ക്യാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഒരു പ്രാവശ്യം ക്ലിക്ക് ആയി കഴിഞ്ഞാൽ സിമ്പിളാണ്. ഇത് ഇൻ കേസ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ട്രഡീഷണൽ വെച്ച് ചെയ്താൽ മതി. പക്ഷേ ഈ മെത്തേഡ് ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ 49,514 നമുക്ക് ഈ വാല്യൂയോട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 100%നോട് എന്തായാലും പറ്റില്ല, പക്ഷേ 10%നോട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് 5853 ഞാൻ എടുക്കുന്നുള്ളൂ, 0.3 സ്കിപ്പ് ചെയ്യാം. ഇൻറ്റു അതിന് നമുക്ക് 49,514 എത്ര തവണ പോകും? ഇതിന് 49 ആയതുകൊണ്ട് ഒരു 8 കൊടുക്കാം. കാരണം 9 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. 9 എത്ര? 7 2. ഇവിടെ നിന്ന് അറിയുന്നത് 5 × 9 45, 7 4. ഇവിടെ 9 × 8 × 9 എന്ന് പറയുന്നത് 72, 76 7 വരും. ഇവിടെ 30 അല്ല 45 + 7 52 വരും. 52677 ആണ് വരുന്നത്. ഇതെന്ന് അറിയുന്നത് നമ്മുടെ ന്യൂമറേറ്റർ വാല്യൂ ഏറ്റവും വലുതാണ്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇവിടെ 5853 കുറച്ച് ടൈം എടുത്താലും പ്രശ്നമല്ല, പക്ഷെ നിങ്ങൾക്കിത് മനസ്സിലാവണം, അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. ഇവിടെ നമ്മൾ 5853 × 8 ചെയ്യാം. 8 ചെയ്യുമ്പോൾ 4 2 വരും. 40 42 64 68 6 വരും. 40 46 വരും. അപ്പം നമ്മൾ 5853 അത് 10%നോട് ആ വാല്യൂനോട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 46824 ആണ്. ഓക്കെ, ഇതെന്ന് അറിയുന്നത് ഇതിൻ്റെ എന്താണ് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ വാല്യൂന് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10നും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 80% വാല്യൂ ആണ്.
ഓക്കെ, കാരണം ഇതിങ്ങനെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അത് 585 ഇത് യൂണിറ്ററി മെത്തേഡ് എന്നാണ് പറയാം. 5853 ആണ്. ഇതിന് 10% ആണ്. ഇതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 46824 ആണ്. അപ്പോൾ ഇതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പെർസെൻറ്റേജിനോട് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് 80%. ഇതാണ് ഞാൻ ഇവിടെ എഴുതിയത് 80%. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് 49,000ൽ നമുക്ക് 46,000 നമ്മൾ കിട്ടി. അതെന്ന് പറഞ്ഞാൽ 80% ആണ്. ഇവിടെ തന്നെ ഡയറക്റ്റ് നമുക്ക് ആൻസറിൽ 80%ൻ്റെ അപ്രോക്സ് വരുന്ന 84 ആണ്. കറക്റ്റ് ആൻസർ എങ്ങനെ വരും? പക്ഷേ 84 ആണ്. ഇപ്പോൾ 84, 83 എന്നൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസർ ചെക്ക് ചെയ്യണം. ആ സമയത്ത് നമുക്ക് ചെയ്യേണ്ടതാണ്. ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ 49,000ൽ 46,000 നമ്മൾ കവർ ചെയ്തു. അപ്പോൾ 80% കവർ ചെയ്തു. ഇനി റിമൈനിങ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 49 ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? 49,540 46,824 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 6 വരും. 3 2 1 വരും. 15 7 9 8 9 8 10 11 12 13 14 15 8 വരും. ഇവിടെ 2 അതായത് 2 ആണോ? ഇവിടെ 3 9 10 11 12 13 14 15 7 ആണ് ഇവിടെ വരിക. 7 ആണ്. അതായത് 2716 ആണ് വരുന്നത്. 2716 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തന്നെ ബാക്കി റിമൈനിങ് പെർസെൻറ്റേജ് കണ്ടാൽ മതി. ഇപ്പോൾ 2716ന് നമുക്ക് ചെയ്തുകൊണ്ട് 10% ചെയ്താൽ കിട്ടും. കാരണം 5,805 ഇത്രയും ആളുണ്ട്. അപ്പോൾ നമുക്ക് 1% നമുക്ക് നോക്കാം. ഇത് 585 ഇൻറ്റു എത്രയാണുള്ളത്? 58 വരണമെങ്കിൽ നമ്മൾ അപ്രോക്സ് ഒരു 4 കൊടുത്ത് നോക്കാം. 0 2, കാരണം 84 ആയതുകൊണ്ട് ഡയറക്റ്റ് കൊടുക്കാം. 20 4 × 8 32 4 3 5 × 4 20 23 ആണ് വരുന്നത്. കാരണം 5 കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും 25 വരും. 25 ക്യാരി ചെയ്യുമ്പോൾ എന്തായാലും 27ൻ്റെ മേലെ വരും. അതുകൊണ്ടാണ് 4 കൊടുത്തത്. 24 കൊടുക്കുമ്പോൾ എന്തായാലും ഇവിടെ അപ്രോക്സിമേറ്റ്ലി ഒരു 4% കൂടെ വരും. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് 80 + 4 ചെയ്താൽ 84% നമുക്ക് കിട്ടും അപ്രോക്സിമേറ്റ്. ഡയറക്റ്റ് ആൻസർ കിട്ടും. കാരണം ഈ ഡിനോമിനേറ്ററിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ 84% ആണ് ഈ ന്യൂമറേറ്ററിലുള്ള വാല്യൂ. അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഈ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന, കാരണം ഈ മെത്തേഡ് ഒന്ന് മനസ്സിലാക്കാൻ നോക്കും. കാരണം കോംപ്ലക്സ് ആയിട്ടുള്ള ഡിവിഷൻ വരുമ്പോൾ നമുക്ക് ഈ മെത്തേഡേക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ബാക്കിയുള്ള ട്രഡീഷണൽ മെത്തേഡ് വെച്ച് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ 84% ആണ് കറക്റ്റ് ആൻസർ. ഇനി 4th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഓഫ് ബോണസ് പെയ്ഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡ്യൂറിങ് ദ ഗിവൺ പീരീഡ് ഇസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് സാലറി പെയ്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ് ആണ്. അതായത് ബോണസ് ടോട്ടൽ ഇതും പെർസെൻറ്റേജ് ആണ്. അത് ബോണസിൻ്റെ ടോട്ടൽ ഇസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് സാലറി പെയ്ഡ് ഡ്യൂറിങ്. ഇത് പെർസെൻറ്റേജ് തന്നെയാണ് കാണാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഒന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ ടോട്ടൽ കണ്ടിട്ട് നമുക്ക് എത്ര കിട്ടുക? ഇവിടെ 0.00 കൊടുക്കാം. ഇത് എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 14 20 വരും. ഇവിടെ 2 കൊടുക്കുമ്പോൾ 7 വരും. 7 40 15 21 30 വരും. ഇവിടെ 3 കൊടുക്കുമ്പോൾ 6 8 11 14 17 വരും. അപ്പോൾ ഇവിടെ 17 ബൈ, കാരണം ബോണസിൻ്റെ ആണല്ലോ. ബോണസ് ഇറ്റ്സ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് എന്ന് പറയുന്നത് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഡിനോമിനേറ്ററിലേക്കും വരാം. അത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെയുള്ള സാലറീൻ്റെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 10 14 20 ഇവിടെ 2 ക്യാരി വരുമ്പോൾ 10 14 16 19 2 ക്യാരി വരും 4 7 10 13 17 ആണ് വരുന്നത്. അപ്പോൾ 1710 ഇൻറ്റു 100 ചെയ്ത് എനിക്ക് കിട്ടുന്ന വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മെത്തേഡ് വെച്ച് ചെയ്ത് നോക്കിയാൽ 1710 100% ആണ്. 171 എന്ന് പറയുന്നത് 10% ആണ്. 17.10 എന്ന് പറയുന്നത് 1% ആണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത്? 17 ഈ 1% വെച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഡയറക്റ്റ് നമുക്ക് മനസ്സിലാവും. ഇതാണ് ആ മെത്തേഡിൻ്റെ ഗുണം എന്ന് പറയുന്നത്. ഡയറക്റ്റ് അപ്രോക്സിമേറ്റ് 1. ഇല്ലെങ്കിൽ നിങ്ങൾ ട്രഡീഷണൽ വേ ചെയ്താലും മതി. 17നോട് 1710 ഇത് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകും.
ഇവിടെ ഇപ്പോൾ എന്താ പോയില്ല, പോയിൻ്റ് ഇടുക 0 വരും. 170 പോയില്ല, പിന്നെ 0 വരും. ഇതിലും പോയില്ല, പിന്നെ ഒരു 0 വരും. എന്നിട്ട് പിന്നെ എത്രയാണ് പോകുന്നത്, 9 പോകുന്നത്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പോയിൻറ്റും 0 കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് സജസ്റ്റ് ചെയ്തത്. ഇത് ഡിനോമിനേറ്ററിന് 100% ആക്കുക, പിന്നെ 100നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക, 10% ആക്കുക, 1%. പിന്നെ അതിൻ്റെ അനുസരിച്ചിട്ട് എങ്ങനെയാണോ വരുന്നത് മൾട്ടിപ്ലൈ ചെയ്യുക, പെർസെൻറ്റേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1% ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ റേഷ്യോ ബിറ്റ്വീൻ ദ എക്സ്പെൻഡിച്ചർ ഓൺ ദ ടാക്സസ് ഫോർ ദ ഇയർ 2016 to 2018 ആണ്. 2016 റേഷ്യോ ആണ് ടാക്സ് 2018 പിന്നെ 2016 ആൻഡ് 2018 റേഷ്യോ ആണ് ടാക്സിലെ. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 108 റേഷ്യോ റേസ് ടു 88. ഇത് നമുക്ക് ചെയ്താൽ മതി, ക്യാൻസൽ ചെയ്താൽ മതി. 2 ചെയ്ത് കഴിഞ്ഞാൽ 54, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത് 44, 27 ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ഇവിടെ കിട്ടും. പക്ഷേ നമുക്കൊന്നുകൂടെ ആൻസർ 22. അപ്പോൾ ഇതാണ് റേഷ്യോ വെച്ച് ചെയ്യുന്നത്. 22 ബി ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയും ഒരു സെറ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തത്. 5 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്തത്. പ്രീവിയസ് ഇയർ 2020 കമ്പ്യൂട്ടർ സയൻസിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചോദിച്ചത്. പക്ഷേ ഇത് ടൈം മാനേജ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് വരും. ഓക്കെ, അപ്പോൾ മാക്സിമം ടൈം മാനേജ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. പിന്നെ പ്രാക്ടീസിനുണ്ടെങ്കിൽ ഇത് പ്രാക്ടീസ് ബേസ്ഡ് ആണ്. നിങ്ങൾ സൊല്യൂഷൻ അഡ എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്, പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് കിട്ടും. അപ്പം സിമ്പിളായിട്ടുള്ള ആദ്യം ചെയ്യാം, എന്നിട്ട് അബ്സ്ട്രാക്റ്റിലോട്ട് വരാം. അതായത് കുറച്ച് ടഫ്, അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ അങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാം. അങ്ങനെ മാത്രമേ ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അനാവശ്യമായിട്ടുള്ള പാനിക്നെസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നതും കൂടെ നമ്മൾ തെറ്റിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അനാവശ്യ ചിന്തകളൊക്കെ നമുക്ക് ഒഴിവാക്കുക, ഫിയർ ഒഴിവാക്കുക. എന്നിട്ട് പോസിറ്റീവ് അപ്രോച്ചിലൂടെ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്ര വീഡിയോയിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ആൻഡ് ടേക്ക് കെയർ.